നമസ്കാരം, ഞാൻ ഡോക്ടർ പി എബ്രഹാം, ഫിസിഷ്യൻ, ആസ്മ, അലർജി ആൻഡ് ക്രോണിക് ഡിസീസ് സ്പെഷ്യലിസ്റ്റ്, ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ കൺസൾട്ടൻറ്റ്. കോട്ടയത്തും എറണാകുളത്തും പ്രാക്ടീസ് ചെയ്യുന്നു. കോട്ടയത്ത് തെക്കുംകോപുരം ജംഗ്ഷനിൽ ചൊവ്വ, വ്യാഴം, ശനി 3 ദിവസങ്ങളിൽ ഫുൾ ടൈം ഉണ്ട്. എറണാകുളത്ത് കടവന്തര ജംഗ്ഷനടുത്ത് ബുധനും വെള്ളിയും പ്രാക്ടീസ് ചെയ്യുന്നു. കടവന്തരയിലെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ 795 മെട്രോ പില്ലർ ഓർത്താൽ മതി. അതിൻ്റെ അടുത്തുള്ള റോഡാണ് ചെറുപറമ്പത്ത് റോഡ്. അവിടെ 2nd ക്രോസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം തിരുവനന്തപുരത്ത് നിന്ന് 1 മാസം മുമ്പ് 18 വർഷം പഴകിയ ഒരു തലവേദനയായിട്ട് വന്ന ഒരു രോഗിയുടെ സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ്. 18 വർഷമായിട്ട് ഒരു തലവേദന ഉണ്ട്. അതിന് ഒരു മൈഗ്രെയിൻ എന്നാണ് പറയുന്നത്. ധാരാളം കേസുകൾ ഞാൻ ട്രീറ്റ് ചെയ്യാറുള്ളതാണ് മൈഗ്രെയിൻ. അതും ഒരു അലർജി ഡിസീസിൽ പെടുന്നതാണ്. വ്യക്തി ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറാണ് തിരുവനന്തപുരത്ത്. അവർക്കൊരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ട്. ഹസ്ബൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്നു. 1 മാസം കഴിഞ്ഞ് ഇന്നലെ 2nd വിസിറ്റിന് വന്നപ്പോൾ വളരെ തൃപ്തികരമായിട്ട് അവർ സന്തോഷം പങ്കുവെച്ചു. അവർക്ക് 50% മെച്ചമായി 1 മാസം കൊണ്ട് തന്നെ. വളരെ കൃത്യമായ ഭക്ഷണ രീതി പറഞ്ഞു കൊടുത്തു. ആസ്മ രോഗികൾക്ക് അനുവർത്തിക്കേണ്ട ഭക്ഷണങ്ങൾ തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. കഫക്കെട്ട്, കാരണം ഇതും എൻ്റെ കണ്ടുപിടുത്തത്തിൽ ഇതൊരുതരം കഫക്കെട്ടിൽ നിന്നാണ്, സൈനസ് സംബന്ധിച്ചിട്ടുള്ള കഫക്കെട്ടിൽ നിന്നാണ് ഈ മൈഗ്രെയിനും ഉണ്ടാകുന്നത്. ആർക്കും പിടികിട്ടാതൊരു ടേമായിട്ടാണ് മൈഗ്രെയിൻ എല്ലാവരും പറയുന്നത്. രോഗിക്കും പിടിയില്ല, ഡോക്ടർക്കും. എന്താണ് മൈഗ്രെയിൻ? ആർക്കും പിടിയില്ല. ഇത് ഒരു കഫക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു തലവേദനയാണ്. പല കേസുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർക്ക് ശ്വാസകോശത്തിൻ്റെ ഫങ്ഷൻ ടെസ്റ്റ് ഞാൻ ചെയ്യുമ്പോൾ ഒട്ടുമിക്ക രോഗികളിലും ഇവർക്ക് ശ്വാസകോശത്തിലും കഫക്കെട്ടിൻ്റെ തുടക്കമുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഒരു പഴകിക്കഴിഞ്ഞാൽ, മൈഗ്രെയിൻ പഴകിയാലും ആസ്മയിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വ്യക്തിയുടെ എന്താണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ഇതെല്ലാം ക്യൂറബിളാന്ന് പറയുന്ന ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരിക. രണ്ടാമത്, ഇന്നലെ അവരുടെ ഈ വ്യക്തിയുടെ മകളെ കൺസൾട്ട് ചെയ്യാൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. മകൾക്ക് ഏതാണ്ട് 11 വയസ്സാണ്. ആ കുട്ടിയുടെ മുഖത്ത് ധാരാളം കുരുക്കളുണ്ട്. അവർ കൊണ്ടുവന്നതിൻ്റെ കാരണം, അതുകൂടാതെ ഈ കുട്ടിക്ക് ഏതാണ്ട് 1.5-2 മാസത്തിന് മുമ്പ് കോവിഡ് ബാധിച്ചു. കോവിഡ് ബാധിച്ചിട്ട് അതിനുള്ള ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളൊക്കെ അലോപ്പതി വൈദ്യശാസ്ത്രത്തിലുള്ള ചികിത്സകൾ ചെയ്തു. പക്ഷേ ചുമ ഇപ്പോഴും മാറുന്നില്ല എന്നുള്ളൊരു പോയിന്റിലാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. കാരണം അന്ന് ഇവർ വന്നപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ഇവർക്കും അലർജി സംബന്ധിച്ചിട്ടാണ് ഉണ്ടായെന്നും, അത് കുടുംബാംഗങ്ങൾക്ക് ആർക്കും 2 കുട്ടികളിൽ ഒരാൾക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതായത് 50% ട്രാൻസ്ഫർ എന്നാണ് ഞാനിന്ന് പറയുന്നത്. അതിൻ്റെ വെളിച്ചത്തിലാണ് കുട്ടിയെ കൊണ്ടുവരുന്നത്. കുട്ടിയെ വളരെ വിശദമായിട്ട് അതിൻ്റെ ഹിസ്റ്ററി എടുത്തു. പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ശ്വാസകോശത്തിൻ്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു വോളിയം ഏതാണ്ട് 75, മറ്റേത് 80. FEC ആൻഡ് FEV1 ഇത് കുറവാണ്. അത് ആസ്മയുടെ ഒരു തുടക്കമാണ് ആ കുട്ടിക്ക്. ഇവിടെ ഞാൻ ഇതിനെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. കാരണം തലവേദന അമ്മയ്ക്ക് ഉണ്ട്, വർഷങ്ങളായിട്ടുണ്ട്. അമ്മയിൽ നിന്നുണ്ടായ കുട്ടിക്ക് 2 കുട്ടികളിൽ ഒരാൾക്ക് ഈ അലർജിയുടെ ഒരു ടെൻഡൻസി, അതായത് അതിനുള്ള സാധ്യത അടുത്ത തലമുറയിലേക്ക് അത് ട്രാൻസ്ഫർ ആകും. അതാണ് ഇവിടെ ഈ പെൺകുട്ടിയിൽ കണ്ടത്. ഇത് മറ്റുള്ളവർക്ക്, അല്ലെങ്കിൽ എന്നെ ശ്രവിക്കുന്നവർക്ക്, എന്നെ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാനുള്ളൊരു ഒരു ഉപാധി കൂടിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഇതൊക്കെ നേരത്തെ ട്രീറ്റ് ചെയ്താൽ അത് നമുക്ക് ആസ്മ വരാതെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചുമ വന്നാൽ മാറുന്നില്ലെന്നുള്ള വിഷയവും പറഞ്ഞു. ശ്വാസകോശ ടെസ്റ്റിൽ അതിന് പോസിറ്റീവാണ്. ചെറിയ ശ്വാസം മുട്ടലിൻ്റെ തുടക്കമായിട്ടുണ്ട്. അപ്പോൾ അത് ട്രീറ്റ് ചെയ്താൽ ആ കുട്ടി ഏതാണ്ടൊരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് കംപ്ലീറ്റ്ലി ക്യൂർ ആകും. പിന്നെ ആ കുട്ടിക്ക് ജീവിതത്തിൽ തിരിച്ചു വരികയില്ല. ഇവിടെയാണ് ഒരു തലവേദനയിൽ നിന്ന് എങ്ങനെയാണ് ഒരു ആസ്മയിലേക്ക് വരുന്നതെന്ന് പലരും ചിന്തിക്കും. ഇതെല്ലാം ഞാൻ മുന്നൊരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഇൻഫ്ലമേഷൻസ് ആണ്. ആ ഇൻഫ്ലമേഷനുള്ള സാധ്യത ആദ്യം സൈനസിൽ വന്നെങ്കിൽ അത് അടുത്ത തലമുറ വന്നപ്പോൾ നേരെ ശ്വാസകോശത്തിലേക്കാണ് പോകുന്നത്. ഇവിടെയും ഞാൻ എൻ്റെ ഗവേഷണത്തിൽ ഒരു കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് അമ്മയ്ക്കോ അച്ഛനോ മധ്യവയസ്സിലൊരു രോഗം തുടങ്ങുക, അതായത് അവർക്ക് തുമ്മലായിട്ട് തുടങ്ങി, കുറേ കഴിയുമ്പോൾ ചുമ വന്നു, അല്ലെങ്കിൽ അതൊരു മൈഗ്രെയിനായിട്ട് അല്ലെങ്കിൽ സൈനസൈറ്റിസ് ആയിട്ട് മാറി, അവർക്ക് ചിലപ്പോൾ അതിൽ തന്നെ കുറേ നാളങ്ങ് നിന്നിരിക്കും. അവരിൽ നിന്നുണ്ടാകുന്ന കുട്ടികളിൽ 2 കുട്ടികളുടെ 1 കുട്ടിക്ക്, 4 കുട്ടികളുടെ 2 പേർക്ക് വരും. സാധാരണ എൻ്റെ റിസർച്ച് ഞാൻ കണ്ടതാണ്. അവർക്ക് വരുമ്പോൾ അത് ഇവർക്ക് വന്നതിൽ നേരത്തെ വരികയും അതിൻ്റെ കാഠിന്യം അല്പവും കൂടെ കൂടിയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അപ്പോൾ നേരത്തെ ഒരു എപ്പിസോഡ് പറയും, ഇതെല്ലാം ഒരു ക്രോണിക് ഡിസീസിൻ്റെ തുടക്കമാണ്. അത് സമയത്ത് ശ്രദ്ധിച്ചാൽ, അത് തീക്ഷ്ണമായ സ്റ്റേജിലേക്ക് പോകാതെയും അതിനെ വേണ്ടിവണ്ണം നമ്മൾ ശ്രദ്ധിച്ചാൽ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് ആ വ്യക്തിക്ക് ജീവിതകാലം മുഴുവൻ
ആരോഗ്യത്തോടെ ഇരിക്കുവാനും സാധിക്കും. ഇങ്ങനെ കുടുംബാംഗങ്ങൾ വരുമ്പോഴാണ് ഞാൻ ഹെൽത്ത് ഓഫ് ദ ഫാമിലി ഹാപ്പിനെസ് ഫോർ ഓൾ എന്ന് ഞാൻ പറയുന്നത്. ഞാനതിന് ഉദാഹരണം പറയുന്നത്, അമ്മ തലവേദനയായിട്ട് ഒരു സ്ഥലത്തിരിക്കുന്നു, മകൾക്ക് ചുമയും ശ്വാസം മുട്ടലുമായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് മദർ പറഞ്ഞ് അവർക്ക് വാദമായിട്ടിരിക്കുന്നു. ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങളുമായിട്ട് ആ ജീവിതത്തിൻ്റെ ആ കുടുംബത്തിൻ്റെ 4 മൂലയിലിരിക്കുകയാണ്. അവിടെ എങ്ങനെ സന്തോഷം ഉണ്ടാവും? നിങ്ങൾക്ക് കിലോ കണക്കിന് നല്ല ഭക്ഷണം അവിടെ കൊണ്ടുവച്ചാലും നിങ്ങൾക്ക് സ്വാദോടുകൂടി അല്ലെങ്കിൽ തൃപ്തിയോടെ കഴിക്കാൻ പറ്റുകയില്ല. അവിടെയാണ് ആരോഗ്യത്തിൻ്റെ പ്രസക്തി. കുടുംബാംഗങ്ങളെല്ലാവരും ഒരുപോലെ ആരോഗ്യത്തോടെ ഇരിക്കണം. എങ്കിൽ മാത്രമേ ആ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തൃപ്തിയായ ഒരു ജീവിതവും നമുക്ക് കിട്ടുള്ളൂ. ഇവിടെയാണ് ഞാൻ എപ്പോഴും പ്രചരിപ്പിക്കുന്ന ഒരു ഫിലോസഫിയാണ് ഹെൽത്ത് ഓഫ് ദ ഫാമിലി ഹാപ്പിനെസ് ഫോർ ഓൾ. രണ്ടാമത്തെ ഫിലോസഫി ഇതാണ്, എൻജോയ് ലൈഫ് വിത്ത് ഓപ്റ്റിമം ഹെൽത്ത്. അതായത് സമ്പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതം ആഘോഷമാക്കി മാറ്റുക. മലയാളിക്ക് പറ്റിയ അബദ്ധം, നമ്മൾ വർഷങ്ങളായിട്ട് കാണിക്കുന്ന തെറ്റ്, ഭക്ഷണത്തിൽ കൂടി നമ്മൾ സന്തോഷം എടുക്കാൻ നോക്കി, അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് സന്തോഷം എടുക്കാൻ നോക്കി, കുടുംബാംഗങ്ങളുടെ കൂടിച്ചേരലെല്ലാം മദ്യപാനവും അല്ലെങ്കിൽ അമിത ഭക്ഷണവും എല്ലാം കൂടെ കഴിച്ച് ഇപ്പോൾ ആർക്കും ഒരു കുടുംബത്തിലും പൂർണ്ണ ആരോഗ്യമില്ല എന്നുള്ള സ്റ്റേജിലേക്ക് എത്തി. ഞാൻ സാധാരണ രോഗികൾ വരുമ്പോഴെല്ലാം അവരോട് ചോദിക്കാറുണ്ട്, 40 വയസ്സെത്തണ്ട മിക്ക ആൾക്കാരും ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്, ഒരു ആരോഗ്യവതിയാണ്, ആരോഗ്യവാനാണ് എന്ന് പറയാൻ എത്ര പേർക്ക് സാധിക്കും? 10% പോലും ഇല്ല. രാവിലെ എഴുന്നേൽക്കുമ്പം ക്രെയിനേൽ പൊക്കേണ്ട സ്റ്റേജിലാണ് പലരും കിടക്കുന്നത്. അവർക്ക് തന്നെ എഴുന്നേക്കാൻ പറ്റുന്നില്ല. നമുക്ക് ബെഡിൽ നിന്ന് ഉന്മേഷത്തോടെ ഏത് ഏജിലും എഴുന്നേറ്റ് പ്രഭാതകർമ്മങ്ങൾ ചെയ്യുവാനും ആ ജീവിതത്തിന്റെ ചര്യകളിലേക്ക് പ്രവേശിക്കുവാനും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ സാധിക്കണമെന്നുണ്ടെങ്കിൽ പൂർണ്ണ ആരോഗ്യം നമുക്കുണ്ടാകണം. ഇന്ന് അതില്ല. ആരോഗ്യത്തിനുള്ളൊരു സംവിധാനം, ആരോഗ്യത്തിനുള്ളൊരു ഉപദേശം ഒരു വൈദ്യശാസ്ത്ര മേഖല ആരും കൊടുക്കുന്നില്ല. നമ്മളുടെ ആ ആരോഗ്യ മേഖലയിലെ എഡ്യൂക്കേഷൻ്റെ അല്ലെങ്കിൽ പഠിപ്പീരിൻ്റെ കുറവാണ്. ഇവിടെ സന്തോഷകരമായ കാര്യം ഞാൻ ഈയിടെ പത്രത്തിൽ വായിച്ചു. ഇൻ്റർനാഷണൽ യോഗ ഡേയെ പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അത് 21-ാം തീയതിയാണ്. ഇനി പ്രത്യേകിച്ച് അലോപ്പതി വൈദ്യശാസ്ത്ര പഠനത്തിൽ 6 മാസം യോഗ ട്രെയിനിങ് കൊടുക്കാൻ പോവുകയാണെന്ന് സെൻട്രൽ ഗവൺമെൻറ് ഒരു നോട്ടിഫിക്കേഷൻ വായിച്ചു. വളരെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കുറേ പേരെങ്കിലും, കുറേ ഡോക്ടേഴ്സെങ്കിലും അത് ഉൾക്കൊണ്ട് അത് അവരുടെ ജീവിതത്തിൽ പകർത്തുകയും അത് അവരെ കാണാൻ വരുന്ന മറ്റുള്ള രോഗികൾക്ക് കൊടുക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതൊരു പുതിയ സംസ്കാരത്തിന്, ആരോഗ്യത്തിലേക്കുള്ളൊരു പുതിയ സംസ്കാരത്തിന് അത് വഴിവെളിക്കും എന്നെനിക്കറിയാം. ഇത് അതിൻ്റെ വേണ്ടിയ രൂപത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കുമെല്ലാം ഈ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അവരിലേക്കും ഇതിനെപ്പറ്റിയുള്ള മെസ്സേജ് പകർന്നു കൊടുക്കുക. നന്ദി, നമസ്കാരം.